ഹലോ ഗൈസ്, ഐ എം സിയ. വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് ഗൈസ്? വെറൈറ്റി അല്ലേ? ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്ന് നമുക്ക് കിട്ടിയ പണി ഷൂറാക്കി വൃത്തിയാക്കൽ മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് പണിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ വെക്കേഷനൊക്കെ ഇതേ സെയിം അവസ്ഥയാണോ? എല്ലാവരും വേഗം തന്നെ കമന്റ് ചെയ്യുക ഗൈസ്. ഷൂറാക്കിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്, എല്ലായിടത്തും എൻ്റെ കയ്യെത്തണം എന്ന് പറഞ്ഞ ഗൈസ്. ഞാൻ എല്ലാ ലെയറിലും ഇങ്ങനെ ന്യൂസ് പേപ്പർ വിരിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഷൂന്റെ അടിയത്തെ മണ്ണൊക്കെ ഇതിലങ്ങോട്ട് പോയിക്കോളും. ഗൈസ്, അതിൻ്റെ അടുക്കാണ് ഉപ്പച്ചി മീൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഞാൻ പ്ലേറ്റ് എടുത്ത് പോയപ്പോൾ ഉപ്പച്ചി കുറേ പൈസ എണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ മീൻസ് ഒരു 2000 രൂപ കടം ചോദിച്ചപ്പോൾ ഉപ്പച്ചി നാട്ടി വിട്ട് ഗൈസ്. അങ്ങനെ ഉപ്പച്ചിക്ക് പോയപ്പോൾ ഞാൻ ഷൂറൊക്കെ ഫുൾ വൃത്തിയാക്കി കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഗൈസ്, ഞാൻ ഷൂറാക്കൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കാട്ടുവാസി വന്നിരിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ആരാ? എൻ്റെ സ്വന്തക്കാക്കന്നെ. ചിരി കണ്ടീരെ ഗൈസ്. അങ്ങനെ ഷൂറാക്കിന്റെ പുറത്തും കൂടി ഞാൻ തുടച്ചു കേട്ടോ. അങ്ങനെ ഫുള്ള് പണി കഴിഞ്ഞു ഗൈസ്. പിന്നെ ഈ സാധനം വന്നിരുന്നാ പിന്നെ അവിടുന്ന് പോവൂല. കണ്ടില്ലേ ഗൈസ്? അപ്പോഴാണ് ഞാൻ അടിച്ചു വരുമ്പോ ചത്തൊരു വലിയ ഈച്ചനെ കണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ബാദുവിനൊരു പ്രാങ്ക് കൊടുക്ക ഗൈസ്. അപ്പൊ എന്റെ മേത്ത് കൊണ്ടിടാം. ഞാന് ഇവിടെ ആവിടിക്കാൻ അടുത്ത പണിയിലേക്ക് പോവാം. ഓക്കെ, കമോൺ. മുരിങ്ങക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മുരിങ്ങക്കായ വെച്ച് താങ്കൾ ചെയ്യാൻ പോകുന്നത്? ചെമ്മീനും മുരിങ്ങക്കായ കറിയും. ചെമ്മീൻ കറി വെച്ചു. അതന്നെ, ചെമ്മീൻ്റെ കൂടെ മുരിങ്ങക്കായ ഇട്ടിട്ട് കറി വെക്കും, ടേസ്റ്റ് കൂടും. ഗൈസ്, ജോലി ചെയ്ത് ക്ഷീണിച്ച് എനിക്ക് എൻ്റെ മമ്മി കിച്ചടി വേവിച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും രാലേരത്തെ എന്താ കിച്ചടി, ബട്ട് ഇത് എന്നത്തായിരുന്നു? ഇന്നിപ്പോ ഉണ്ടാക്കിയതാ പെണ്ണ. തള്ളല്ലേ കുട്ടി, കുക്കർ പോയി നോക്കി നോക്കേ. എന്തായാലും നമുക്ക് കിച്ചടി കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി കിച്ചടി. ആദ്യം നല്ല ഇഷ്ടമായി ഗൈസ്. ഈ പണി കൂടാതെ എനിക്ക് ഇനി 2-3 പണിയൊക്കെ ഉണ്ട്. അപ്പൊ ആ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാല് ഉമ്മച്ചി എനിക്ക് ഫലൂദ വാങ്ങിച്ചു തന്നെന്ന് പറയുന്നുണ്ട്. പണിയൊക്കെ കഴിക്കാം. കിച്ചടി ചിക്കന് കപ്പിടി 2 മാസമായിട്ട് വയറില്ല. ഉമ്മച്ചി എങ്ങനെ അറിയോ? അടുക്കളയില് ഇങ്ങനെ അമ്മച്ചി. ഞാന് ഉമ്മച്ചി കൊറേ നേരം പറഞ്ഞ പണി ചെയ്യാതെ കിടന്നാല് ഉമ്മച്ചി ഇങ്ങനെ ചെയ്യണം. പിന്നെ അടുക്ക് പിന്നല്ലേ പിന്നെ എന്താണ് ആരെ പറഞ്ഞാല് കോളിംബെല്ലാം അടിച്ചാണ്. സിയാ നോക്കിയാലാണ് അപ്പൊ അക്ക ചോദിക്കോ എന്നെ മനസ്സിലായോ? ഇല്ല. പോയില്ലേ? അപ്പളാ മനസ്സിലായത്. ആയിക്കോട്ടെ, വെള്ളം കുടിച്ചിട്ട് പോവാ. ഇത്ര കുടിച്ചില്ല. എനിക്ക് ഫലത്ത് കുടിക്കാൻ പോയതാണ്. അപ്പൊ നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത
ഗൈസിന്റെ അടുത്ത പണി എന്താന്ന് വെച്ചാല് ഷൂ വൃത്തിയാക്കാം. അപ്പം എന്റെ ഷൂ ഉണ്ട്. അത്ര ഇതായിട്ടാണ് അത്ര എന്നാ പിന്നെ ഞാൻ തേച്ചേക്കില്ല ഗൈസ്. അപ്പൊ ഞാനത് വൃത്തിയാക്കിട്ടതാണ്. ഗൈസ് സത്യം പറയാലോ ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ബാതുക്കാക്ക വന്ന് എൻ്റെ വടിയായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചതല്ല, ഒന്ന് വീശി, അത്രേ ഉള്ളൂ. എന്നാലും വേദനായി ഗൈസ്. അങ്ങനെ ഷൂ ഒക്കെ വൃത്തിയാക്കിട്ടോ പോയിട്ട് കുളിക്കാം ഗൈസ്. ഇതാണ് കേട്ടോ ഞാൻ എന്നും കുളിച്ച് കഴിഞ്ഞാൽ തേക്കുന്ന ലോഷന് ഗൈസ്. ഇനി ഞാൻ പോയിട്ട് സുബഹി നിസ്കരിക്കട്ടെ കേട്ടോ. ഇന്ന് മദ്രസ പോകുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കള വിട്ടിട്ടോ. ഗൈസ് നിങ്ങൾ ആലോചിക്കണം, ഞാൻ മദ്രസ വിട്ട് വന്ന ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചത്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. 11:35 ഇപ്പോഴാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഒന്നാമത് ആ ഷൂ വൃത്തിയാക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫലൂദ കഴിക്കാൻ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടെടുത്തിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും മാറ്റിയിട്ട് നമ്മുടെ എവിടെ ഉള്ളായിരുന്നു അരക്കിണറുള്ള നാസിൽ പോയി ഒരു ഫലൂദ പറഞ്ഞു ഗൈസ്. എന്ത് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടമായി. ബാതുക്കാക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് ഓനക്കിത് മിസ്സായിട്ടോ. അതുകൊണ്ട് ഞാനും ഉമ്മച്ചിയോടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഫലൂദൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ മദ്രസത്തെ ബുക്ക് വാങ്ങാൻ ഞാനും ഉപ്പച്ചിയും കൂടെ പോയിട്ടോ. അങ്ങനെ ബുക്കൊക്കെ കിട്ടി, പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.